ദില്ലിയിൽ കനത്ത ജാഗ്രത. സ്ഫോടനക്കേസിലെ പ്രതികൾ 2 വാഹനങ്ങൾ കൂടി വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതികൾ വാങ്ങിയ ചുവന്ന എക്കോസ്പോർട്ട് കാറിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം ചേർന്നു. ദില്ലി സ്ഫോടനക്കേസിലെ പ്രതികൾ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഡോക്ടർ ഉമറിന്റെ ഉടമസ്ഥതയിലുള്ള ചുവന്ന എക്കോസ്പോർട്ട് വാഹനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരച്ചിലിന്റെ ഭാഗമായി ദില്ലിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പൊതു പാർക്കിംഗ് മേഖലകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കി. UP, ഹരിയാന എന്നിവിടങ്ങളിലും അതിർത്തി മേഖലകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ദില്ലി പോലീസിന്റെ പ്രത്യേക 5 സംഘങ്ങളാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. കാർ ദില്ലിയിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് വിവരം. UPയിൽ അറസ്റ്റിലായ കാർ ഡീലറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കുന്ന NIA സംഘം ഫരീദാബാദിലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലും പരിശോധന നടത്തി. സർവകലാശാല ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്തതായാണ് വിവരം. സ്ഫോടനമുണ്ടായ I-20 കാർ ദില്ലിയിലേക്ക് പുറപ്പെടും മുമ്പ് സർവകലാശാലയിൽ പാർക്ക് ചെയ്തിരുന്നതായും സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം ചേർന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.